അതെ, കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന് വല്ല എത്തുംപിടിയുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് 2-3 ദിവസമായി. പൊതുജന വികാരം സതീശന് അനുകൂലമാണ്. നമ്മളിപ്പം പറയുമ്പോൾ വോട്ട് ചെയ്ത ജനം പറയുന്നത് സതീശൻ മതിയാണ്. ഇന്ന് ഏതായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകർ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അവരിന്ന് 4:30 മറ്റോ ഈ എല്ലാ MLA-മാരെ ഓരോരുത്തരായിട്ട് കാണുമെന്ന് പറയുന്നു. അജയ് മാക്കാൻ ഒന്ന് അജയ് മാഖാനും വന്നിട്ടുണ്ട്. പിന്നെ ദീപദാസ് മുൻഷിയെ പങ്കെടുപ്പിക്കരുതെന്നാണ് ഇവിടുന്ന് പറഞ്ഞത്. പക്ഷെ അവരെ പങ്കെടുപ്പിക്കുന്നുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് അല്ല, ഇതിനകത്ത് ഈ നിർണായകമായ ചർച്ചയിൽ KC വേണുഗോപാൽ വിട്ടു നിൽക്കുകയാണ്. കാരണം പുള്ളിയുടെ പേര് ഇതിനകത്ത് വന്നോണ്ട് എന്തൊരു എളിമയാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ചർച്ച നടത്തിക്കോളൂ, ഞാൻ വരുന്നില്ല. പണ്ട് കെ മുരളീധരന് സീറ്റ് കൊടുക്കാം, കർണാടക എഴുന്നേറ്റ് കഥ അറിയാം, സീറ്റ് കൊടുത്തു. ഞാൻ അറിഞ്ഞില്ല, ഞാൻ മൂത്രമൊഴിക്കാൻ വരും, അപ്പോൾ എൻ്റെ മോന് സീറ്റ് കൊടുത്തോ എന്നാണ് ചോദിച്ചത്. ശരി, നിങ്ങൾ കൊടുത്തല്ലേ എന്ന് പറഞ്ഞ പോലെ KC വേണുഗോപാൽ വളരെ ഭവ്യതയോടെ ഈ മീറ്റിംഗിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് പത്രവാർത്തകൾ. അത് അതിന്റെ രാവിലെ ഒരു രസകരമായ കാഴ്ച ഞാൻ വാർത്ത കാണുമ്പോൾ കണ്ടത്, ഏഷ്യാനെറ്റിലൊക്കെ ലൈവ് കൊടുത്തതാണ്. ഈ ഒരു പെട്ടി ഓട്ടോറിക്ഷ ആയിരുന്നു, അതിൽ നിന്ന് കുറേ വലിയ ഫ്ലക്സ്, കൂറ്റൻ ഫ്ലക്സ് KC വേണുഗോപാലിനാണ്. KC വേണുഗോപാലിന് അദ്ദേഹം ഭാവി മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിന്നെ ഫ്ലക്സ് എടുത്തുകൊണ്ട് ആളിറങ്ങിയാണ്. ഫ്ലക്സ് ഫിക്സ് ചെയ്യുന്നത് ഇന്ദിരാഭവൻ്റെ മുന്നിലാണ്. അവിടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, KC വേണുഗോപാലിൻ്റെ താഴോട്ട് വരുമ്പോൾ വേറെ നേതാവിൻ്റെ ഫോട്ടോ. അദ്ദേഹം കായംകുളത്തുള്ള ഒരു മുൻ മണ്ഡലം പ്രസിഡന്റാണ്. പുള്ളി സ്പോൺസർ ചെയ്ത പുള്ളി സ്പോൺസർ. അപ്പോൾ കാര്യം കോൺഗ്രസ് ആണ് പാർട്ടി, ഇത് കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. KC കാണുമ്പോൾ ഞാനാണ് വെച്ചെന്ന് വേറെ എല്ലാവരും പറയുമെങ്കിലോ. അല്ല ദിസ് ഫ്ലക്സ് ഈസ് സ്പോൺസർഡ് ബൈ മണ്ഡലം പ്രസിഡന്റ് കായംകുളം എന്ന അടിയിൽ എഴുതി വെച്ചാൽ കാണത്തില്ലല്ലോ. അതിന് പകരം അദ്ദേഹത്തിന്റെ തല. പണ്ട് വേറൊരു രസകര കഥ കേട്ടിട്ടുണ്ട്. ഈ മാർഗരറ്റ് ആൽവയോ മറ്റോ കോൺഗ്രസിന്റെ അവരുടെ പ്രതാപകാലത്ത് കൊച്ചി എയർപോർട്ടിൽ കണ്ട് വന്നപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി മഹിളാ കോൺഗ്രസ് നേതാക്കൾ പോയത്ര. അപ്പോൾ ഇതിൽ പലരും ഇങ്ങനെ ഖദർ ഷാൾ പുഷ്പമൊക്കെ വെച്ചുകൊണ്ട് നിന്നു. അപ്പോൾ ഏതോ കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് നേതാവ് ഇങ്ങനെ പുഷ്പോ ഷാൾ വെച്ചുകൊണ്ട് നിന്നപ്പോൾ തൊട്ടടുത്ത് നിന്ന ഒരു നേതാവ് പടയെന്ന് ഇത് തട്ടിപ്പറിച്ചുകൊണ്ട് വന്ന് അങ്ങ് കൊടുത്തു. നമ്മുടെ നാട്ടിലൊരു നേതാവ് ഒരിക്കൽ, അതെനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നത്, ഞങ്ങളുടെ അവിടെ പത്തനംതിട്ട ഗസ്റ്റ് ഹൗസിൽ AK ആന്റണി മുഖ്യമന്ത്രിയായ സമയത്ത് ഒരു പത്രസമ്മേളനം. അപ്പോൾ AK ആന്റണി വന്നൊരു സോഫായിലിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചുറ്റിനും ആൾക്കാർ, സോഫായിൽ കയറാവുന്നവരെല്ലാം കയറി. അതിൽ സോഫായുടെ പുറകിൽ ഒരുപാട് പേരാണ്. നമ്മുടെ ഈ നേതാവിന് നോക്കിയിട്ട് ഒരു കാരണവശാലും ഈ തല കയറ്റാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഫ്രണ്ട് ചാനൽ ക്യാമറ വെക്കണം, നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കാൻ കാണാൻ വെട്ടിയെടുത്ത് വെച്ച ഒരു തല AK ആന്റണിയുടെ പുറകിൽ, AK ആന്റണി ഇപ്പുറത്തിരിക്കുന്ന ആളുടെയും പുറകിൽ. കാരണം ഈ പുള്ളി അവിടെ മുട്ടുകുത്തി ഇരുന്നിട്ട് സോഫയുടെ പുറകിൽ ഈ AK ആന്റണിയുടെ തലയുടെ പുറകിൽ പുള്ളിയുടെ തല വെച്ചിരിക്കും. അപ്പം നമ്മൾ ദൂരെ നോക്കിയാൽ ഈ തല മാത്രമേ ഉള്ളൂ, ഉടലില്ല. ഏറ്റവും ഭംഗിയായിട്ട് വന്നത് പുള്ളിയുടെ തല. അതാണ്. കൂടെ ഇപ്പുറത്ത് നിന്ന് ഇടിച്ചവന്മാരെ വന്നില്ല. കാരണം ക്യാമറ ഫോക്കസ് നമുക്കറിയാമല്ലോ, അതെ, നമ്മുടെ ചാനലുകൾ ക്യാമറ ഫോക്കസ് ചെയ്യുമ്പോൾ AK ആന്റണിയുടെ മുഖം മാത്രമേ ചെയ്യൂ. അപ്പുറം ഇപ്പുറം ഇരിക്കുന്നതിൻ്റെ കയ്യോ ചെവിയോ വല്ലതും കിട്ടിയാലായി. പക്ഷേ ഇതിനകത്ത് പുള്ളിയുടെ ഫുൾ ഫിഗർ. AK ആന്റണിയുടെ പുറകിൽ രാവണന്റെ 10 തലയിൽ ഒരു തല പോലെ ഈ നേതാവിന്റെ തലയിരിക്കും. ഇത് തിരുവനന്തപുരത്ത് നിന്ന് വളരെ രസകരവും വിചിത്രവുമായ ഒരുപാട് കാഴ്ചകൾ അങ്ങോട്ട് പോയി കാണാം. ഏതായാലും രാവിലെ മാധ്യമപ്രവർത്തകർ എത്തിയപ്പം അങ്ങോട്ട് കടത്തിവിട്ടില്ല എന്ന് കേട്ടു. ഈ ഇതിനെ അകത്തേക്ക് നടക്കുകയായിരിക്കാം. എന്തായാലും ഇന്ന് വളരെ നിർണായകം തന്നെയാണ്. കാരണം ആരായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ. കാരണം ജനങ്ങൾ ഇത്രയും വലിയൊരു മാൻഡേറ്റ് കൊടുത്ത് വിട്ടിട്ട് ഒരു മുഖ്യമന്ത്രി തീരുമാനിക്കാൻ അതിന് സമയമൊന്നും വേണം. നോർമൽ പ്രൊസീജിയർ കോൺഗ്രസ് എപ്പോഴും ഹൈക്കമാൻഡ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇത് ഒന്നുമില്ല, പന്തലോട്ടം പറഞ്ഞതാണ്. അതെ, ആ പന്തൽ ഇനി വാടകയ്ക്ക് എടുത്താലും മതിയായിരുന്നു. കെട്ടിയില്ല, അവർക്ക് മനസ്സിലായി. കാരണം ഇന്റലിജൻസുകാർ പറ്റിച്ചു എന്നുള്ളത് മനസ്സിലായി. ഇന്റലിജൻസുകാർ പറ്റിച്ചു എന്നല്ല, മുമ്പേ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ഉദ്യോഗസ്ഥരെല്ലാം വോട്ടെണ്ണുന്നതിന് മുമ്പേ അവർ മാറി. വോട്ടെണ്ണുന്നതിന് മുമ്പ് മാറി. അങ്ങനെയാണല്ലോ ഇവന്മാർക്ക് അടി കിട്ടിയത് അങ്ങനെയാണ്. പിന്നെ നമ്മൾ കണ്ടില്ലേ, സതീശന് അകമ്പടി വാഹനം അറേഞ്ച് ചെയ്തു. നിയുക്ത മുഖ്യമന്ത്രിക്ക് അത് ഇന്റലിജൻസിന്റെ ADGP പറഞ്ഞ പുള്ളിക്ക് ഇതോട്ടാക്കി കൊടുക്കുക. പക്ഷേ അത് എന്താണെന്നറിയോ, 2 രീതിയിൽ അത് വ്യാഖ്യാനിക്കാം. പ്രതിപക്ഷ നേതാവിനുള്ള പ്രോട്ടോക്കോളും അദ്ദേഹത്തിനുള്ള സെക്യൂരിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് അതിൻ്റെ ഇച്ചിരൂടെ വർദ്ധിപ്പിച്ചതാണ്. പക്ഷേ ഒരു അസോസിയേഷൻ നേതാവ് അങ്ങാണ്ട് ഇടപെട്ടത് വെട്ടിക്കള. പണ്ട് തിരുവനന്തപുരത്ത് നമുക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ, തിരുവനന്തപുരത്ത് JK മൂപ്പനാർ അല്ലെങ്കിൽ ഗുലാം നബി ആസാദ്, ഇവരൊക്കെയാണല്ലോ ഇത്തരം കോൺഗ്രസിൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ചർച്ചയ്ക്ക് വരുന്നത്. അപ്പോൾ അന്നും സ്ഥിരം തല്ലാണ്. മസ്കറ്റ് ഹോട്ടലിലെ ഒരു പണ്ടത്തെ കാലത്ത് നമ്മൾ വലിയൊരു അടിയുണ്ട്. ഇവർ തിരിഞ്ഞ് ഗ്രൂപ്പ്, അന്ന് A ഗ്രൂപ്പ് I ഗ്രൂപ്പേ ഉള്ളൂ. ഇന്നിപ്പോൾ I ഗ്രൂപ്പിൽ പെട്ടവരാണ് ഈ 3 പേരും നമ്മൾ പറയും. മുൻ I ഗ്രൂപ്പുകാരല്ലേ ഇപ്പോൾ ഉള്ളവർ. A ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് പ്രത്യേകിച്ച് അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു. ഏതായാലും 3 ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയോടുകൂടി A ഗ്രൂപ്പ് തീർന്നു. ഇവരെല്ലാം 4 വഴിക്ക് 4 ഭാഗത്തേക്ക് അങ്ങ് പോയി. അപ്പോൾ അങ്ങനെ ഇന്നിപ്പം മസ്കറ്റ് ഹോട്ടലല്ല, മറ്റേതോ സ്വകാര്യ ഹോട്ടലാണെന്ന് തോന്നുന്നു. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ ഇതിൽക്കാര്യത്തിലൊരു അന്തിമ ധാരണ ഉണ്ടാകേണ്ടതാണ്. അത് ഉണ്ടാക്കിയാൽ ഇനിയും ഹൈക്കമാൻഡിനെ, ഇനി നേതാക്കന്മാരെ ഡൽഹിക്ക് വിളിപ്പിക്കാന്ന് പറഞ്ഞാൽ അതൊരു മോശം പരിപാടിയാണ്.
അല്ല, ഇനി അതിന്റെ ആവശ്യമില്ല. കാരണം ഇത് ഇപ്പം നമുക്കറിയാം, കെ സുധാകരൻ മസിൽ പിടിച്ച സമയത്ത് ഇവിടെ എന്തൊക്കെ അഭ്യൂഹങ്ങൾ പറഞ്ഞു. അയാൾക്ക് സീറ്റ് കൊടുക്കും, അയാൾ അല്ലെങ്കിൽ രാജിവെക്കും, അയാൾ BJP സ്ഥാനാർത്ഥിയാവും, എല്ലാം ഇവിടെ ഇരുന്ന് ഈ സ്റ്റുഡിയോ റൂമുകളിൽ ഫ്ലോറുകളിൽ നിന്ന് സൃഷ്ടിച്ച സങ്കല്പങ്ങളാണ്. പക്ഷെ ആ ഒരു കാര്യത്തിൽ ശക്തമായ നിലപാട് ഹൈക്കമാൻഡ് എടുത്തു. അതിന് VD സതീശൻ എടുത്തു. അതുപോലെ നിലപാടുള്ള ഒരു നേതാവാണ് ഇവിടെ മുഖ്യമന്ത്രിയാണ്. നിലപാട് വേണം, ആ നിലപാട് വേണം. അതുകൊണ്ടാണ് ജനത്തിന് തോന്നി പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതി ഉണ്ടാക്കി വെച്ച കീഴ്വഴക്കങ്ങൾ ഇല്ലാതാക്കണമെങ്കിലും ജനം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ഈ യുവന്മാർ കാണിച്ച കള്ളത്തരം മുഴുവൻ പിടിക്കണമെന്നുള്ളതാണ്. ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ആശാവർക്കർമാരായിക്കോട്ടെ, PSC റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളായിക്കോട്ടെ, നമ്മുടെ നാട്ടിലുള്ള സാധാരണ ജനങ്ങളായിക്കോട്ടെ, ഇവരുടെ ഇഷ്ടക്കാരെ പിൻവാതിൽ കൂടെ തിരികെ യോഗ്യതയില്ലാത്തവർ പുറകെ ഇതെല്ലാം അന്വേഷിക്കണം. ഈ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ പിന്നിലുള്ള സംഭവം. അല്ല, നമ്മൾ പുറത്ത് ആളുമായിട്ട് വരുന്നവർക്ക് സംസാരിക്കുകയും ചെയ്യുമ്പോൾ എല്ലാവരും നമ്മളോട് ചോദിക്കുന്ന കാര്യം ഇതാണ്: ഈ വൃത്തികേട് കാണിച്ചവന്മാരെല്ലാം ഇവർ ശിക്ഷിക്കുമായിരിക്കും അല്ലേ എന്ന് അവരൊക്കെ വല്ലാത്ത പ്രതീക്ഷ വെച്ച് വളർത്തുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ജനം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് VD സതീശൻ മതി എന്ന് പറഞ്ഞത്. ഇപ്പം നമുക്ക് ഈ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലായിരുന്നു 100 സീറ്റിന് മേളിൽ LDF തോക്കും, CPM തോറ്റ് തുന്നം പാടും എന്നുള്ളത് നമുക്ക് സോഷ്യൽ മീഡിയ ഏതാണ്ട് അതേ പ്രതികരണമാണ് സതീശന്റെ കാര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സംസ്ഥാനങ്ങളിലും അവർക്ക് മുഖ്യമന്ത്രി തീരുമാനിക്കാൻ ഇതുപോലെ ഹൈക്കമാൻഡ് നിരീക്ഷകർ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പണ്ട് വലിയ അടിയും കുസ്തിയൊക്കെ ഉള്ള സമയമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. കാര്യങ്ങൾ ഒരു വിധം നിരപ്പായി പോകുന്നുണ്ട്. പക്ഷേ അതിനിടയിലും ഇനി ഇത് സമയമെടുക്കരുത്. പരമാവധി നാണക്കേടാണ്. ജനങ്ങൾ ഈ വോട്ട് ചെയ്ത് ജനങ്ങൾ കളിയാക്കുന്നതിന് അത് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തത് നിങ്ങൾ ഭരിക്കുന്നതിന് വേണ്ടിയാണ്, നിങ്ങളിങ്ങനെ തമ്മിലടിക്കുന്നതിന് വേണ്ടിയല്ല. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. അതിപ്പോൾ കേന്ദ്രം ഹൈക്കമാൻഡ് വന്നാലും ലോ കമാൻഡ് വന്നാലും ഹൈക്കമാൻഡ് അവിടുന്ന് ഒരു തീരുമാനം എടുക്കുക, ഇന്നയാൾ മുഖ്യമന്ത്രി, ബാക്കിയുള്ളവർ അംഗീകരിക്കുക. അതിനപ്പുറം ചർച്ചയുടെ ഒന്നും ഒരു ആവശ്യമില്ല. എന്താണ് ഇതിൽ വളരെ വിചിത്രമായ ഒരു കാര്യമുള്ളത്? പലപ്പോഴും ഹൈക്കമാൻഡ് നിരീക്ഷകരായി വരുന്ന ആളുകൾ സ്വന്തം നാട്ടിൽ പഞ്ചായത്ത് ഇലക്ഷൻ എന്നാൽ പോലും ജയിക്കാത്ത ഏതെങ്കിലും സംസ്ഥാനത്ത് പോയി രാജ്യസഭാംഗമായി അവിടെ ഡൽഹിയിൽ വന്നിരിക്കുന്ന കക്ഷികളാണ്. ഒരു ഡൽഹിയിൽ വീട് കിട്ടണമെങ്കിൽ പാർലമെന്റ് അംഗമായിരിക്കണമല്ലോ. ലോക്സഭാ ഇലക്ഷൻ പോലും ജയിക്കാൻ പറ്റാത്തതുകൊണ്ട് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയി, കോൺഗ്രസ് പറയുന്ന സ്റ്റേറ്റിൽ പോയി അവിടെ നിന്ന് രാജ്യസഭാംഗമായിട്ട് വന്നിട്ട് ഇവരാണ് മറ്റു സംസ്ഥാനങ്ങളിൽ ചെന്ന്. ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്ന ഭേദം കേരള നേതാക്കന്മാരായിരിക്കും. കേരളത്തിലെ നേതാക്കന്മാർ എവിടെ നിന്നാലും അവർ ജയിക്കാം. എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ജയിക്കാൻ സാധ്യതയുള്ളവരാണ്. PR മർക്കിന്റെ മാരക വകഭേദങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഡൽഹി വിമാനത്താവളത്തിൽ ചെന്നിറങ്ങിയപ്പോൾ KC വേണുഗോപാലിനെ വലിയ പുഷ്പവൃഷ്ടിയൊക്കെ നടത്തി പുഷ്പഹാരമൊക്കെ ഇട്ട് സ്വീകരിച്ചുകൊണ്ട് പോകും. വിജയശില്പി അദ്ദേഹം വലിയ ജനക്കൂട്ടം വന്ന് KC വേണുഗോപാലിനെ തോളിലേറ്റി കൊണ്ടുപോകുക. ഇതേ KC വേണുഗോപാൽ ബാക്കിയുള്ളിടത്തെല്ലാം കോൺഗ്രസ് തോറ്റു. 3 സ്റ്റേറ്റിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും തോറ്റു തുന്നമ്പാടി. ഇയാൾ അവിടെ ഒരു പ്രചരണത്തിനും പോയിട്ടില്ല, ഒന്നിനും നേതൃത്വം കൊടുത്തില്ല. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഇതൊക്കെ ചെയ്തിട്ട് ഇവിടെ ഒന്നും പോകാതെ ഇയാൾ കേരളത്തിൽ വന്നു. കേരളത്തിൽ എന്തായാലും കോൺഗ്രസ് ജയിക്കും. കഴിഞ്ഞ ദിവസം എവിടെയോ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഞാൻ കണ്ടത്. ഒരാൾ ഇട്ടിരിക്കുകയാണ്. അയാൾ ചോദിക്കുന്നു, KC വേണുഗോപാൽ KPC പ്രസിഡന്റ് അല്ല, അദ്ദേഹം സംഘടനാ ചുമതല AICC ജനറൽ സെക്രട്ടറിയാണ്. നിങ്ങൾ ആരും ഈ KPC പ്രസിഡന്റ് എന്നൊരു മനുഷ്യൻ സണ്ണി ജോസഫ്, അയാളെ കുറിച്ച് ആരൊന്നും പറയുന്നില്ല. ഒരു എപ്പോഴും തോറ്റിരുന്നെങ്കിലും ഇയാൾ രാജിക്കാൻ പറയും. ഭരണം കിട്ടിയില്ലെങ്കിൽ KPC പ്രസിഡന്റിന്റെ പിടിപ്പേട് കൊണ്ടാണെന്ന് പറഞ്ഞ് KPC പ്രസിഡന്റ് ആദ്യം രാജ്യം അല്ലെങ്കിൽ പുറത്താക്കും, ഒരു മാറ്റും. പക്ഷേ അങ്ങനെ മനുഷ്യനെ കുറിച്ച് ആരൊന്നും പറയുന്നില്ല. പകരം ഇന്ത്യയുടെ തന്നെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എല്ലാ സ്റ്റേറ്റും തോറ്റ് തുന്നം പാടിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ അദ്ദേഹം കേരളത്തിന്റെ മാത്രം പോയിട്ടില്ല. അതാണ് കാര്യം. മറ്റേ സ്റ്റേറ്റ് പുള്ളി പോയിട്ടില്ല. പുള്ളി കേരളത്തിൽ തന്നെ കുറ്റിയടി. കാരണം ഭരണം കിട്ടുമെന്നറിയാം, ഫണ്ട് കൊണ്ടിറക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പുള്ളി ഇത് ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ചൂണ്ടിക്കുന്ന 2 അനാവശ്യ ഉപതെരഞ്ഞെടുപ്പുകൾ വരും. 2 ലോക്സഭയും അസംബ്ലി എത്ര ഇവിടെ ആളില്ലാഞ്ഞിട്ടല്ലല്ലോ, ഈ ജയിച്ചതിനകത്ത് ആളില്ലാഞ്ഞിട്ടല്ല. VD സതീശനോ രമേശ് ചെന്നിത്തലയോ രണ്ടിൽ ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രി ആകട്ടെ, അല്ലേ? അതാണ് വേണ്ടത്. അല്ലാതെ KC വേണുഗോപാലിനെ പോലെ ഒരാൾ ഇപ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയാക്കേണ്ട കാര്യം ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ മറ്റ് MP മാർക്കെല്ലാം ഇത് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു അവസാനം ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഒരു ബൈ ഇലക്ഷനിൽ ഒതുക്കാം. VM സുധീരനെ പോലെ ഒരാളെ മുഖ്യമന്ത്രിയാക്കണം. അപ്പോൾ ഒരു ഇലക്ഷൻ നടത്തിയാൽ മതി, ഒരു നിയമസഭ നടത്തിയാൽ മതി. അത് ജനങ്ങൾക്ക് അത് ഇഷ്ടമായിരിക്കും. VM സുധീരനെ പോലെ ഒരാൾ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നേരെ ഇവിടെ നടക്കും. എപ്പോഴും ആപൽ ബാന്ധവനായിട്ട് വരുന്ന AK ആന്റണിയാ. പുള്ളി ഇവിടെ ഇരിപ്പുണ്ട്. പുള്ളി ആക്കത്തില്ലായിരിക്കും. പുള്ളി ആരോഗ്യ പ്രശ്നങ്ങൾ, പുള്ളി പ്രായാധിക്യം കൊണ്ട് ഇനിയിപ്പം അദ്ദേഹം തയ്യാറായില്ല. പണ്ടേക്ക് ഡൽഹിയിൽ നിന്ന് പറന്നിറങ്ങി മുഖ്യമന്ത്രി ആകുക പുള്ളി. ഓർക്കുന്നില്ലേ കരുണാകരന്റെ വിഷയത്തിൽ? മറ്റു ചികിത്സകൾ ഫലിക്കാതെ വരുമ്പോൾ എന്നുള്ള അവസ്ഥ ആരനെ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയെങ്കിലും ഇതിന് തീരുമാനം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. പക്ഷേ എനിക്കതിൽ വിശ്വാസം തോന്നുന്നില്ല. ഈ വൈകുന്നേരം ഹൈക്കമാൻഡ് നിരീക്ഷകർ വന്ന് പുതിയ നിയമസഭാ കക്ഷി അംഗങ്ങളെയൊക്കെ കാണുമ്പോൾ അവരെന്ത് പറയുമോ. മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കണം, സീനിയോറിറ്റിയും വിവിധ ഘടകങ്ങൾ പരിഗണിച്ച് തന്നെ വേണം
പുതിയ നിയമസഭാ അല്ല എന്താ തീരുമാനിച്ചാലും നിങ്ങൾ ആ 4 ചുവരുകൾക്കുള്ളിൽ നിർത്തുക. വെളിയിലിറങ്ങി കോലം കത്തിക്കാനോ ഫ്ലക്സ് നാണംകെട്ട ഫ്ലക്സ് വയ്ക്കുക. ആ വെള്ളയമ്പലം തൊട്ട് ആ ഏരിയ മുഴുവൻ ഫ്ലക്സ് ആണ്. ഞാൻ കഴിഞ്ഞ സ്ഥലം പോകുമ്പോൾ ഈ ഫ്ലക്സ് എല്ലാം ഹൈക്കോടതി ഇതൊന്നും കാണുന്നില്ലേ? എല്ലാം തൂക്കിയെടുത്ത് അകത്തിടണം. അതാണ് വേണ്ടത്. കോർപ്പറേഷൻ ആണെങ്കിലും അത് ഫൈൻ അടിക്കേണ്ട ഒരു കേസ്. അത് ശരിയാണല്ലോ. കോർപ്പറേഷൻ പ്രധാനമന്ത്രി വന്നപ്പോൾ അവിടെ ഫ്ലക്സ് വെച്ചതിന് BJP ഒരിക്കൽ കോർപ്പറേഷൻ ഫൈൻ അടിച്ചു. അപ്പോൾ ഇതിനും ഇതൊക്കെ തന്നെ ചെയ്യേണ്ടതാണ്. എന്താണെങ്കിലും ഏകകണ്ഠമായിട്ടൊരു മുഖ്യമന്ത്രി വരട്ടെ എന്ന് നമുക്ക്. കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ ദയവായി കളിയാക്കി പരീക്ഷിക്കുക ചെയ്യരുത്. കാരണം അവർ ഗതികെട്ടാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. അത് നിങ്ങളെ മാത്രം കഴിവുകൊണ്ടല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന ഒറ്റയാളുടെ കഴിവുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ടീം പിണറായിയാണ് അധികാരത്തിലേറ്റത്. അവർ തുനിഞ്ഞിറങ്ങിയതുകൊണ്ടാണ് നിങ്ങൾക്ക് സുഖമായിട്ട് അധികാരത്തിലേറ്റാൻ പറ്റിയത്. അത് നിങ്ങൾ ജനങ്ങളോട് നിങ്ങൾ പ്രതിബദ്ധത കാണിക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.